എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫുനുവാദിരാസ് വേൾഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും തമ്മിൽ കണ്ടതുപോലെ തന്നെ എക്സ്ട്രീംലി മുഖക്കുരുള്ള ആൾക്കാർക്ക് എങ്ങനെ ഇതൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും. നമ്മളന്ന് സംസാരിക്കുന്നത് കോലരക്ക് നവര എന്ന് പറഞ്ഞ ഒരു മിറാക്കിൾ റെമഡിയെ കുറിച്ചിട്ടാണ്. ഇതിൽ കുറേ പേർക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാൻ പറ്റും. എന്നാലും കുറേ പേർക്കൊന്നും അറിയണ്ടാവില്ല. പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടാവും. ഇതൊരു ആയുർവേദ ഔഷധമാണ്. എനിക്ക് പണ്ട് ഇത് ഉപയോഗിച്ച സമയത്ത് 1.5 വർഷത്തോളം മുഖക്കുരു വന്നു. ഒരു പലതരം ട്രീറ്റ്മെന്റുകൾ എടുത്തിട്ടും മാറാതിരുന്ന ഒരു സംഭവമായിരുന്നു. അത് ഈ ഒരു കോലരക്ക് എന്ന് പറഞ്ഞ റെമഡിയിലൂടെയാണ് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ചാനലിലൂടെ ഇതിനെക്കുറിച്ച് പറഞ്ഞു. അത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അത് വാങ്ങി ഉപയോഗിച്ചു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലാത്തവരും പലരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റെക്കമെൻഡ് ചെയ്ത് ഉപയോഗിച്ചു. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടി. അപ്പോൾ അതൊരു വലിയ സന്തോഷമായിട്ട് കാണുന്നു. പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേരൊക്കെ കടകളിൽ നിന്ന് പോയി വാങ്ങിക്കുമ്പം നല്ല ക്വാളിറ്റി ലഭിക്കാതിരിക്കുക, മുഖത്ത് എന്താ പറയുക, അല്ലെങ്കിൽ കയ്യിലോ കളറ് പിടിക്കുന്നു എന്ന് പറയുന്നു, ഇറിറ്റേഷൻസ് ഉണ്ടായി എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളത് വാങ്ങിക്കുമ്പം നോക്കി വാങ്ങിക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ ഇതിൽ വേറൊരു തരം മാജിക്കോ കാര്യങ്ങളോ അല്ല. ഞാനിത് അയച്ചു കൊടുക്കാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി കിട്ടുന്നില്ല അല്ല ലഭിച്ചില്ല എന്ന് പറയുന്ന ഒരു റീസൺ കൊണ്ട് തന്നെയാണ് പലർക്കും ഞാനിത് അയച്ചു കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്യുക. എൻ്റെ ഫോൺ നമ്പർ അതിനകത്തുണ്ട്. വാട്സപ്പ് നമ്പറാണ്. വാട്സപ്പിൽ മെസ്സേജ് മാത്രം അയയ്ക്കുക, കോൾ ചെയ്യാതിരിക്കുക. വാട്സപ്പിൽ മെസ്സേജ് ഞാൻ റീഡ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് മറുപടി വരും. ഒന്ന് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്താൽ മതി. ഒരുപാട് മെസ്സേജുകൾ വരുന്നതാണ്. പേഴ്സണൽ ഡൗട്ട്സും കാര്യങ്ങളൊന്നും അല്ലാതെ ഈ ഒരു ഓർഡറിന് വേണ്ടി മാത്രം അതിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലോട്ട് വരാം. എനിക്കറിയാം, നമുക്ക് കുരുക്കളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് മാനസികമായിട്ട് വല്ലാത്തൊരു വിഷമമാണ് അല്ലേ. കാരണം നമുക്കൊന്ന് പുറത്തിറങ്ങി പോകാൻ, ഒരു ഫംഗ്ഷന് പോകാൻ ഒക്കെ ഇതിന് മടിയാണ്. കാണുന്നവരെല്ലാം ചോദിക്കുക ഈ കുരുക്കളെ കുറിച്ചും. നമ്മൾ വിചാരിക്കും ഇവർക്കൊന്നും വേറൊരു പണിയില്ല. കുറേ പേരൊക്കെ നമ്മളോട് നല്ല രീതിയിലായിരിക്കും ചോദിക്കുന്നത്. കുറേ പേര് എന്താ വെച്ചാൽ നമ്മളൊന്ന് ഹേർട്ട് ചെയ്യിക്കണം എന്ന് വിചാരിച്ച്, അയ്യേ ഇതെന്താണ്, വളരെ മോശമായി മുഖം, എനിക്ക് കാണാൻ പറ്റാതായല്ലോ, ഇതെന്താ ഇത്, സൂചി കുത്താൻ ഇടയില്ലല്ലോ, ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള കമന്റുകൾ ഫേസ് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളും ഫേസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് എത്ര നമുക്ക് അതൊന്നും നെവർ മൈൻഡ് ആക്കാം എന്ന് വിചാരിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു വിഷമം ഉണ്ടാവും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ വിഷമിക്കുകയേ വേണ്ട. ഫസ്റ്റ് ഓഫ് ഓൾ, ഇങ്ങനെ നമ്മളോട് ഒരാൾ പറയുമ്പം അവർ നമ്മളെ ഹേർട്ട് ചെയ്യിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. അത്ര ആലോചിച്ചാൽ മതി. നമ്മളെ ഹേർട്ട് ചെയ്യിക്കരുത്, അല്ലെങ്കിൽ നമ്മളോട് ഇഷ്ടമുള്ള ഒരു വ്യക്തി ഒരിക്കലും നമുക്ക് വിഷമം തോന്നുന്ന ഒരു കാര്യം നമ്മളോട് പറയില്ല. അപ്പോൾ അങ്ങനെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ആ രീതിയിൽ മാത്രം കണ്ടാൽ മതി. രണ്ടാമത്തെ കാര്യം, പലരും നമ്മളൊരു 10 പേരെ കണ്ടു കഴിഞ്ഞാൽ 10 റെമഡീസ് നമുക്ക് പറഞ്ഞുതരും. ഒരാൾ പറയും ചന്ദനവും രക്തചന്ദനവും തേച്ചാൽ മതി, ഒരാൾ പറയും രക്തചന്ദനം മഞ്ഞളും തേച്ചാൽ മതി, ചിലർ പറയും കസ്തൂരി മഞ്ഞൾ തേക്കേണ്ട, പച്ചമഞ്ഞൾ തേച്ചാൽ മതി. ഇങ്ങനെ പലതരം റെമഡികൾ നമ്മളോട് പറയും. ചിലപ്പോൾ നമ്മൾ ഇതൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ പലരും പറയുന്നത് കേട്ട് അത് ചെയ്തു നോക്കും, ഇത് ചെയ്തു നോക്കും. ഇതൊന്നും വേണ്ട. നിങ്ങൾ ഏതെങ്കിലും ഒരു റെമഡി, ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നത് കോലരക്ക് തന്നെയാണ്. അത് നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് മാത്രം ഇത് ഉപയോഗിച്ചാൽ മതി. നമ്മളിത് തെറ്റായ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് സ്കിൻ അലർജി ആണെന്ന് പറയാറുണ്ട്. അപ്പോൾ സ്കിൻ അലർജി ആവാതിരിക്കാനും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം. നിങ്ങൾ ക്ഷമയോടുകൂടി സമയമെടുത്ത് ഇത് മുഴുവനായിട്ട് കേൾക്കുക. സ്കിപ്പ് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രത്തോളം ഇതിൽ ഗുണമുണ്ടാവും തോന്നില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണം എന്ന് 100% ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. കാരണം വാട്സപ്പിൽ വരുന്ന മെസ്സേജുകളുടെ എണ്ണം അങ്ങനെയാണ്. അത്രത്തോളം ആൾക്കാർക്ക് അവരുടെ മെസ്സേജ് വായിക്കുമ്പോൾ ശരിക്കും എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ നേരിൽ വന്ന് പറയുന്നത് പോലെ തന്നെ എനിക്കത് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും വിഷമം തോന്നാറുണ്ട്. ഓരോരുത്തർക്കും അതുപോലെ എനിക്ക് മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. നിങ്ങൾ തന്നെ ആലോചിക്കുക, ഒരുപാട് പേരങ്ങ് മെസ്സേജ് അയക്കുമ്പോൾ ഇങ്ങനെയാണ് ഞാനത് ഇൻഡിവിജ്വലി റെക്കോർഡ് അയച്ച് അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യുക. അത്രത്തോളം സമയമൊന്നും നമുക്ക് ഒരാളുടെ ലൈഫിൽ ഉണ്ടാവില്ലല്ലോ. എസ്പെഷ്യലി ഞാൻ വേറെയും പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഒരു യൂട്യൂബർ മാത്രമല്ല. അപ്പം നിങ്ങൾക്ക് ഈ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പം ഇതിന് വേണ്ടിയിട്ടുള്ള ഓർഡറിന് മാത്രമായിട്ട് ചെയ്യുക. വേറെ എന്തെങ്കിലും റിക്വസ്റ്റ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. എല്ലാ കമൻറ്റുകളും ഞാൻ വായിക്കാറുണ്ട്, ലൈക്ക് ചെയ്യാറുണ്ട്. ലൈക്ക് ചെയ്യാത്ത കമൻറ്റുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വായിച്ചിട്ടില്ലാതെ മാത്രം മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ നമ്മൾ കുരുക്കളെ കുറിച്ച് പറയുമ്പോഴേ നമുക്ക് ഓരോരുത്തർക്കും പല രീതിയിലാണ് കുരുക്കൾ ഉണ്ടാവുക. ചിലർക്ക് ചെറിയ ചെറിയ തരിതരി പോലെ നെറ്റിയുടെ ഭാഗത്ത് മാത്രമായിട്ട് കുരുക്കൾ കാണാറുണ്ട്. ചിലർക്ക് വലിയ ബംസ് പോലെയുള്ള കുരുക്കൾ കാണും അല്ലേ, വലിയ വലിയ കുരുക്കളായിരിക്കും. ചിലർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റെഡ് കളറിലുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള, നമ്മൾ ഓമന പേരിട്ട് പിമ്പിൾസ് എന്നൊക്കെ വിളിക്കുന്ന കുരുക്കൾ ഉണ്ടാവാറുണ്ട്. അപ്പം പല രീതിയിലാണ്. കരികറുപ്പ് പോലെയുള്ള കുരുക്കൾ ഉണ്ടാവാറുണ്ട്.
അപ്പോൾ ഇതിനൊക്കെ പല പല റീസൺസ് ഉണ്ട്. ഇപ്പോൾ എല്ലാ പിമ്പിൾസും ഒന്നല്ല, എല്ലാ കുരുക്കളെയും നമുക്ക് പിമ്പിൾസ് എന്ന് വിളിക്കാനും പറ്റില്ല. അപ്പോൾ ചില കുരുക്കൾ എന്ന് പറയുന്നത് നമുക്ക് ഹോർമോണൽ ഇംബാലൻസസിൻ്റെ, ഹോർമോണൽ ചേഞ്ചസ് വരുന്നതിൻ്റെ കുഴപ്പമായിരിക്കും. ചിലർക്ക് തൈറോയ്ഡ് വരുമ്പോഴുള്ള കുഴപ്പമായിരിക്കും. അങ്ങനെ പല പല ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്തെങ്കിലും ഇതുപോലൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തു, ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 1 മന്ത് നമ്മൾ കൺസിസ്റ്റൻസി അതിൽ വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടൊന്നും ചിലപ്പോൾ മാറിയെന്ന് വരില്ല. പക്ഷെ നമുക്കൊരു വിശ്വാസം വേണം, നമുക്കൊരു കോൺഫിഡൻസ് വേണം. പലപ്പോഴും നമുക്ക് കുരുക്കൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസക്കുറവാണ്, ഇത് മാറില്ലേ, അങ്ങനെ പല പല സംശയങ്ങളും കാര്യങ്ങളും. അപ്പം ഞാനിവിടെ ജസ്റ്റ് ഇങ്ങനെ താഴെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കാണിക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ റീഡ് ചെയ്യുകയും ചെയ്യാമല്ലോ. അപ്പം നമുക്ക് എന്ത് കാര്യങ്ങളും നമുക്കൊരു പ്രൂഫ് ആവശ്യമാണ് അല്ലേ. നമുക്കത് കാണുന്ന സമയത്ത് നമുക്കൊരു ഇൻസ്പിറേഷനാണ്, നമുക്കും അത് ചെയ്യണം, മാറും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഫസ്റ്റ് വേണം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കണ്ണാടി നോക്കുന്നത് നന്നായിട്ടൊന്ന് കുറയ്ക്കണം. കണ്ണാടി നമ്മൾ എപ്പോഴെപ്പോഴും ഇങ്ങനെ പോയി നോക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ആൻസൈറ്റി കൂടും. കാരണം ഇന്നലെ രാത്രി കിടന്നുറങ്ങുമ്പോൾ 2 കുരുക്കളാണെങ്കിൽ ഇന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് 3 or 4 ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ മനസ്സിൽ അയ്യോ 2 കൂടി, ഇനി 3 കൂടുമോ, ഇനി നാളെ ഇതിലും കൂടുമോ, അങ്ങനെയുള്ള ഈ ഒരു ആൻസൈറ്റി ടെൻഷനൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഇത് കൂടുകയാണ് ചെയ്യുക. അപ്പം നമ്മൾക്ക് ഈ ഹോർമോണൽ ഇംബാലൻസസ് ഒക്കെ ആകുമ്പോൾ അത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് പിമ്പിൾസിൻ്റെ കുരുക്കളുടെ എണ്ണം കൂടി വരും. അപ്പം നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് വരും. അപ്പോൾ ടെൻഷനും കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കുക, ഇത് പൂർണ്ണമായി മാറ്റിയെടുക്കാൻ പറ്റും എന്ന് വിശ്വസിച്ച് ഈ റെമഡി ഞാൻ പറയുന്നത് പോലെ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അത് കംപ്ലീറ്റ് അങ്ങ് മാറിപ്പോക്കോളും. വെറുതെ ടെൻഷൻ അടിക്കേണ്ട, കണ്ണാടി നോക്കണ്ട. പിന്നെ കെമിക്കൽ ക്രീമുകളും ഫേസ് വാഷുകളും കാര്യങ്ങളും ഒക്കെ കംപ്ലീറ്റ് അങ്ങ് അവോയ്ഡ് ചെയ്യുക. നിങ്ങൾക്ക് വളരെ കംഫർട്ടായിട്ട് യൂസ് ചെയ്യുന്ന ഫേസ് വാഷുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ, തെറ്റൊന്നുമില്ല. പിന്നെ ചില ആൾക്കാർ പല പല ബ്രാൻഡുകളിലേക്ക് മാറുന്ന സമയത്ത് നമുക്ക് സ്കിൻ ഇറിറ്റേറ്റഡ് ആവാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ കുരുക്കളൊക്കെ വരുമ്പം ക്രീംസും കാര്യങ്ങളൊക്കെ, ഫൗണ്ടേഷൻ എസ്പെഷ്യലി ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പൊട്ടിയ കുരുക്കളുടെ മുകളിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും അത് കൂടുതലാവുകയാണ് ചെയ്യുക, അധികരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഇതൊന്ന് മാറുന്നത് വരെ ഏറ്റവും നല്ലത് ഒരു ടാൽക്കം പൗഡർ പോലും യൂസ് ചെയ്യാതിരിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ ഫേസ് വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാവിലെയും രാത്രിയും തന്നെ, രാവിലെ എഴുന്നേറ്റ ഉടനെയും അതുപോലെ തന്നെ രാത്രി കിടന്നുറങ്ങുന്നതിന് മുന്നേ ആയിട്ട് നിർബന്ധമായിട്ടും നിങ്ങൾ ഫേസ് വാഷ് ചെയ്യുക. ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ബാത്ത് പൗഡറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാ സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബാത്ത് പൗഡറാണ്. ബാത്ത് പൗഡർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കും ഇത് തേച്ച് കുളിക്കാനുള്ളതാണ്. അല്ല, ഫേസ് വാഷിനും ഏറ്റവും നല്ലതാണ്. അത് നിങ്ങൾ പൊടിച്ചു വയ്ക്കുക. അതിനകത്ത് ഓറഞ്ചിൻ്റെ തൊലി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ പ്രകാരം നിങ്ങൾക്ക് അത് ഉണ്ടാക്കാൻ പറ്റില്ല. അത് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള എല്ലാ കണ്ടൻസും കൂട്ടി നിങ്ങൾ പൊടിച്ചിട്ട് ഒരു പൗഡർ ഉണ്ടാക്കി വെക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ താഴത്തെ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുക്കുക. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. അത് നിർബന്ധമായിട്ടും പൊടിച്ചു വയ്ക്കുക. അല്ല, ഞാൻ നിങ്ങളെ കുരുക്കൾ എങ്ങനെ മാറ്റണം എന്നുള്ളതാണ്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് അതുപോലെ ചെയ്യുക. ആ പൊടി എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ടാക്കി വയ്ക്കുക. രാവിലെ എഴുന്നേറ്റ ഉടനെ അത് നിങ്ങളെ ഫേസ് വാഷ് ചെയ്യുക. ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്കിയുള്ള നിങ്ങളുടെ റൂട്ടീനിലോട്ട് പോവുക. അതുപോലെ തന്നെ രാത്രി കിടന്നുറങ്ങുന്നതിന് മുന്നേ ഈ ഒരു ഫേസ് വാഷ് ഇട്ട് കഴുകുക എന്നുള്ളതാണ്. അങ്ങനെ 2 നേരം കേട്ടോ. പിന്നെ തുടരെ നിങ്ങൾ മുഖം കഴുകിക്കൊണ്ടിരിക്കുക. ദിവസത്തിൽ നിങ്ങൾക്ക് ഒരു 10 തവണ മുഖം കഴുകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. മുഖം കഴുകി അതിന് ശേഷം നമ്മളിങ്ങനെ വലിച്ചു തുടയ്ക്കാതിരിക്കുക. എന്തെങ്കിലും നല്ലൊരു ടവലൊക്കെ വെച്ചിട്ട് ഒന്ന് ഒപ്പിയെടുക്കുക. അത്രേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ കൈ നമ്മൾ എപ്പോഴും അറിയാതെ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഒരു കാര്യമാണ്. എപ്പോഴും ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു കുരുവിൻ്റെ അകത്തു നിന്ന് നമ്മൾ മറ്റുള്ള കുരുക്കളിലേക്ക് സ്പ്രെഡ് ആവാനുള്ള ഒരു റീസൺ അതാണ്. ഈ നെറ്റിയിൽ അധിക പേർക്കും കാണുന്നതാണ് തരി പോലെയുള്ള കുരുക്കൾ അല്ലേ. ഈ തരി പോലെയുള്ള കുരുക്കൾ ഞാൻ ഈ പറഞ്ഞ ഫേസ് വാഷ് പൗഡറില്ലേ, ഈ ഫേസ് വാഷ് പൗഡറിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കഴിയുമ്പോഴേക്ക് തന്നെ അത് പെട്ടെന്ന് തന്നെ നല്ലൊരു വ്യത്യാസം കാണാറുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കോലരക്കും നവരയുടെയും പൊടി, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾ എന്ന് പറയുമ്പോൾ പച്ചമഞ്ഞളോ കസ്തൂരി മഞ്ഞളോ ആവാം. നിങ്ങളുടെ മുഖത്തിന്, നിങ്ങളുടെ സ്കിന്നിന് പറ്റിയ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്യുക. ഏതാണോ മഞ്ഞൾ നിങ്ങൾക്ക് സൂട്ടായിട്ടുള്ള, കഴിയുന്നതും റോ ആയിട്ടുള്ള മഞ്ഞൾ അരച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും റിസൾട്ട് തരാതാണ്. അത് നിങ്ങൾ തൈരിലോ പാലിലോ തേനിലോ ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇത് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓയിലി സ്കിന്നുകാർക്ക് ഈ തൈര്, പാല് ഇതൊന്നും പറ്റില്ല. ചിലർക്ക് തേനും പറ്റില്ല. അപ്പോൾ നമുക്കിതെങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്ന വെച്ചാൽ, നമ്മുടെ സ്കിൻ ടൈപ്പ് നമുക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതിൽ മാത്രം യൂസ് ചെയ്യാന്നുള്ളതാണ്.
ഇപ്പോൾ തൈരും ചെറുനാരങ്ങ നീരും വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ അത് ഇപ്പോൾ നോർമൽ ടു ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ നല്ലതാണ് കേട്ടോ. അതേപോലെ ഓയിലി സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ എഗ് വൈറ്റും ലെമൺ ജ്യൂസും അങ്ങനെ ഒരു മിശ്രിതം ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് ഞാൻ ഈ പറഞ്ഞ പൊടി ഇടുക. ഈ കോലരക്കിൻ്റെ പൊടി എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന സമയത്ത് വളരെ തിക്ക് കൺസിസ്റ്റൻസി എടുക്കണ്ട, ലൈറ്റായിട്ട് യൂസ് ചെയ്താൽ മതി. നമ്മൾ ഈ മുഖക്കുരുവിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്ന കറക്റ്റ് ഒരു പ്രൊസീജിയർ ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങളൊന്ന് കറക്റ്റ് ശ്രദ്ധിച്ച് കേൾക്കുക. ഒരാഴ്ചയാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, ഒരു 1 വീക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് പോവുകയാണ്. ആ 1 വീക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങളിപ്പം ഓഫീസിലും പുറത്തൊക്കെ ഇറങ്ങി പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വൈകിട്ട് വീട്ടിൽ വന്നതിന് ശേഷം ചെയ്താൽ മതി. വൈകിട്ട് വീട്ടിൽ വന്നതിന് ശേഷം മുഖം നന്നായിട്ടൊന്ന് കഴുകുക. സാധാരണ നിങ്ങൾ കഴുകി ഒക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് ഒപ്പിയതിന് ശേഷം നന്നായിട്ടൊന്ന് ആവി കൊള്ളുക. എന്തിനാണ് നിങ്ങൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണമെന്ന് പറയുന്നത് വെച്ചാൽ, നമ്മൾ പുറത്തിറങ്ങി പോകുമ്പം കാറ്റും അതുപോലെ തന്നെ പൊടിയും കാര്യങ്ങളൊക്കെ വരുമ്പം നമ്മുടെ ഈ പോസിനകത്ത് നന്നായിട്ട് ഈ ഡേർട്ടൊക്കെ കുടുങ്ങി കിടക്കും. അപ്പോൾ അതാണ് പിന്നീട് നമ്മൾ കുരുക്കളായിട്ട് കൺവേർട്ട് ആവുന്ന വിയർപ്പും ചളിയും എല്ലാം പിടിച്ചിട്ട്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റോട്ട് വരാം. നമ്മളൊന്ന് ഫസ്റ്റ് ആവി കൊള്ളുക. മുഖം നന്നായിട്ട് ആവി കൊള്ളുന്ന സമയത്ത് എന്തിനാണ് നമ്മൾ ആവി കൊള്ളുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പോസ് എല്ലാം ഒന്ന് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് ഓപ്പൺ ആവുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു പാക്ക് ഇടുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് അത് എഫക്റ്റ് ചെയ്യുന്നുള്ളതാണ്. പിന്നെ എക്സ്ട്രീംലി കുരുക്കളുള്ള ആൾക്കാർ ഒരു കാരണവശാലും നന്നായിട്ട് അമർത്തി സ്ക്രബ് ചെയ്യാൻ പാടില്ല. അമർത്തി സ്ക്രബ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുരുക്കളെല്ലാം പൊട്ടിയിട്ട് അതിൻ്റെ നീരെല്ലാം സ്പ്രെഡ് ആവും. അപ്പോൾ അമർത്തി സ്ക്രബ് ചെയ്യാതെ ജെൻറ്റിലായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജും സ്ക്രബും തമ്മിൽ വ്യത്യാസമുണ്ട്. വളരെ ജെൻറ്റിലായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. വളരെ തിക്കായിട്ട് നിങ്ങൾ പാക്ക് ഇടുമ്പോഴാണ് ഒരുപാട് സമയം എടുക്കുന്നത് ഉണങ്ങാനായിട്ട്. നമുക്ക് ഈ എന്ത് പാക്ക് ഇടുമ്പോഴും തന്നെ ദിവസവും നമ്മൾ പാക്ക് ഇടുമ്പോൾ 1/4 മണിക്കൂറൊന്നും നമ്മുടെ ഫേസിനകത്ത് വെക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു 10 to 15 മിനിറ്റ്സ് ഒക്കെ ഫേസിനകത്ത് വെച്ചാൽ മതി. അത്രയും സമയമൊക്കെ മതി. പിന്നെ ചില ആൾക്കാരുടെ സ്കിന്നിൽ ഇത് ഡ്രൈ ആവാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കുക. വലിഞ്ഞു മുറുകി നമുക്ക് വാഷ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുപോലെ ഒരിക്കലും പാക്കുകൾ സ്കിന്നിൽ അത്ര ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. നമ്മുടെ സ്കിന്നിൽ പിന്നീട് റിങ്കിൾസും കാര്യങ്ങളൊക്കെ വരാനുള്ളൊരു കാരണം അതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആവി കൊണ്ടതിന് ശേഷം വേണം നമ്മൾ പാക്ക് ഇടാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ പാക്കിൽ ഏറ്റവും പേർക്ക് കോലർക്ക് യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയ ഒരു പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കുംബർ ജ്യൂസിനകത്താണ്. കുക്കുംബർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സാലഡ് കുക്കുംബർ ആണോ കറി വയ്ക്കുന്ന വെള്ളരിയാണോ സംശയം ഉണ്ടാവും. കറി വയ്ക്കുന്ന വെള്ളരിയാണ് ഞാൻ പേഴ്സണലി ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ നാട്ടിൽ ചില സ്ഥലത്തൊന്നും അത് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് സാലഡ് കുക്കുംബർ എടുത്താലും മതിയാവും. ആ ഒരു കുക്കുംബർ ജ്യൂസും അതുപോലെ തന്നെ പൊട്ടറ്റോയും, കുക്കുംബറും പൊട്ടറ്റോയും ഈക്വൽ ആയിട്ട് എടുത്തിട്ട് അത് ജ്യൂസ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഒരു 5-6 ദിവസം വരെ ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്യാം. ആ ഒരു ജ്യൂസിനകത്തേക്ക് വേണം നമ്മൾ ഈ കോലറിക്കിൻ്റെ പൊടി ചേർക്കാനായിട്ട്. അപ്പോൾ ഈ ആവശ്യത്തിനുള്ള ജ്യൂസ് എടുത്തിട്ട് അതിനകത്തോട്ട് കോലറിക്കും നവരയും മഞ്ഞളും ആ പൊടി എടുത്തതിന് ശേഷം കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ജ്യൂസ് ഉണ്ടാക്കി വെക്കുന്നതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് നേരത്തെ ഫ്രിഡ്ജിനകത്ത് വെക്കരുത്. ജ്യൂസ് നിങ്ങൾ ഉണ്ടാക്കുമ്പം കുക്കുംബറും പൊട്ടറ്റോ മാത്രം ജ്യൂസ് ഉണ്ടാക്കി വെക്കുക. യൂസ് ചെയ്യുന്ന സമയത്ത് ഈ പൊടികളും കുറച്ച് ലെമൺ ജ്യൂസും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്ത് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് കുക്കുംബർ മാത്രം ജ്യൂസ് ഉണ്ടാക്കി വെക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ ഡെയിലി പൊട്ടറ്റോൻ്റെ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും നല്ലതാണ്. പൊട്ടറ്റോൻ്റെ ജ്യൂസ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും അതിനൊരു കളർ ചേഞ്ച് വരും. അത് ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അത് നിങ്ങൾ കണ്ടിട്ട് ജ്യൂസ് കേടായതാണെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. ഇനി ഇതിപ്പോൾ ഡ്രൈ സ്കിന്നുകാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓയിലി സ്കിന്നുകാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓയിലി സ്കിന്നുകാർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ കണ്ടന്റ് അവർക്ക് കൂടുതലായിരിക്കും. എപ്പോഴും ഓയിൽ സ്കിന്നിലോട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇങ്ങനെ കുരുക്കൾ കൂടി വരുന്നത്. അപ്പോൾ അവരൊരിക്കലും തന്നെ പാലിൻ്റെ കൂടെയോ തൈരിൻ്റെ കൂടെയോ നിങ്ങൾ ഉപയോഗിക്കരുത്. ഉപയോഗിക്കുമ്പം ഇതിലെ നല്ല എന്തുണ്ട് ഓയിൽ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ള കുരുക്കൾ വീണ്ടും കൂടിയിട്ട് വരും. അപ്പോൾ അത് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യുക. പിന്നെ ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ഓയിലി സ്കിന്നാണ് എങ്കിൽ പോലും ഈ പറഞ്ഞ കുക്കുംബറിൻ്റെയും പൊട്ടറ്റോൻ്റെയും ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ 1-2 സ്പൂൺ തൈര് ചേർത്തി കഴിഞ്ഞാലും ഇതൊരു കോമ്പിനേഷനായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇഷ്യൂസ് വരാറില്ല സാധാരണ. പക്ഷെ ചില ആൾക്കാർക്ക് ഒട്ടും പറ്റില്ല. അപ്പം നമുക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ സ്കിന്ന് നമ്മൾ യൂസ് ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ. എന്തായാലും റിസ്ക് എടുക്കാതിരിക്കുക.
ഓയിലി സ്കിന്നുകാർ തൈര് യൂസ് ചെയ്യാതെ ഈ 2 ജ്യൂസിനകത്ത് യൂസ് ചെയ്യുക. പിന്നെ നിങ്ങളൊരു 1 വീക്കൊക്കെ പാക്ക് ഇടുമ്പോഴേക്കും സ്കിൻ ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം 1-2 സ്പൂൺ ഇത്രയും ജ്യൂസ് 5 ദിവസത്തേക്ക് ഉണ്ടാക്കുന്ന ജ്യൂസിനകത്ത് ആഡ് ചെയ്താൽ മതിയാവും കേട്ടോ. അതുപോലെ തന്നെ ഓയിലി സ്കിന്നുകാർക്ക് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നതാണ് എഗ് വൈറ്റും ലെമൺ ജ്യൂസും. അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ ഈ പൊടി ഇട്ടിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ല റിസൾട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഫീൽ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ 1-2 ദിവസം നമ്മൾ അടുപ്പിച്ച് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു റിസൾട്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. എന്ത് യൂസ് ചെയ്യുകയാണെങ്കിലും ശരി നമുക്ക് കൺസിസ്റ്റൻസി അത്യാവശ്യമാണ്. ഒരാഴ്ച നമ്മൾ ആവി കൊള്ളുക, ആവി കൊണ്ടതിന് ശേഷം ഈ ഒരു പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. പാക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ ബാത്ത് പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് ഫേസ് വാഷ് ഓഫ് ചെയ്യുന്നു. ഫേസ് വാഷ് ഓഫ് നന്നായിട്ട് ചെയ്യണം. കാരണം നമ്മൾ ഈ മഞ്ഞൾ എന്ന് പറയുന്നതൊക്കെ നമ്മൾ എന്താണ് സൗന്ദര്യവർദ്ധക വസ്തുവാണ്, നിറം വെക്കാൻ വേണ്ടിയിട്ടാണ്, കലകൾ മങ്ങാൻ വേണ്ടിയിട്ടാണ് ഒക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കണ്ടന്റ് ചില ആൾക്കാർ മഞ്ഞൾ നല്ലതല്ലേ വെളുക്കുമെന്ന് വെച്ച് പച്ചവെള്ളത്തിൽ കഴുകിക്കളയും. പച്ചവെള്ളത്തിൽ കഴുകുമ്പം നമ്മുടെ മഞ്ഞളുടെ കണ്ടന്റ് സ്കിന്നിനകത്ത് തന്നെ നിൽക്കും. ഞാൻ നേരത്തെ നമ്മൾ എന്താ പറഞ്ഞ ആവി കൊണ്ടിട്ടാണ് നമ്മൾ പാക്ക് ഇട്ടിട്ടുള്ളത്. അപ്പോൾ പോസ് ഓപ്പൺ ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ പോസിൻ്റെ ഉള്ളിലൊക്കെ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡേർട്ട് പോലെ അവിടെ നിൽക്കും. അത് അവിടെ തന്നെ തങ്ങി നിന്ന് കഴിഞ്ഞാൽ പിന്നീട് അത് ഡേർട്ടായി മാറിയിട്ട് വീണ്ടും പിമ്പിൾ വരും. അപ്പോൾ അത് കാരണം നന്നായിട്ട് ഫേസ് വാഷ് ഓഫ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കാം. മഞ്ഞളുടെ കണ്ടന്റ് നന്നായിട്ട് മുഖത്ത് നിന്നും കഴുകിക്കളയാം. നമുക്ക് ആ പാക്ക് ആക്കി ഇടുന്ന ഒരു 10-15 മിനിറ്റ് സമയം വരെ മതി നമുക്ക് ഫേസിനകത്ത്. അത് ഓക്കെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, ബാത്ത് പൗഡറൊക്കെ ഇട്ട് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കല്ലുപ്പിട്ട് വെള്ളം നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിക്കാം. എന്തിനാണെന്നറിയാമോ? ഈ കല്ലുപ്പ് എന്ന് പറയുന്നത് ഒരു ഹീലിംഗ് പ്രോപ്പർട്ടി കൂടിയാണ്. ഉപ്പ് എന്ന് പറയുന്നത് ശരിക്കും നല്ലൊരു മെഡിസിൻ ആണ് കേട്ടോ. ഉപ്പ് എന്ന് പറയുന്നത് അത് പൊടിയുപ്പ് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, കല്ലുപ്പ് ഒട്ടും നിങ്ങൾക്ക് കിട്ടാൻ ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം പൊടിയുപ്പ് ഉപയോഗിച്ചാൽ മതി. അല്ലാത്തവർ നിർബന്ധമായിട്ടും കല്ലുപ്പ് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മുഖം കഴുകാൻ എത്ര ആവശ്യമായിട്ടുള്ള കല്ലുപ്പ് എത്രയാണോ അത്രയും ആ ഒരു അളവിൽ കല്ലുപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഒന്ന് ഇളം ചൂട് നമുക്ക് നമ്മുടെ ഫേസിൽ എത്രത്തോളം ചൂട് നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുമോ ആ ഒരു ചൂടിൽ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ഓഫ് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു തുണി ജസ്റ്റ് ഈ വെള്ളത്തിലിട്ട് വെച്ചിട്ട് തുണി വെച്ചിട്ട് നമ്മുടെ ഫേസിലൊന്ന് ഒരു ഫേസ് മാസ്ക് പോലെയോ നമ്മുടെ ഈ ഫേസ് ഷീറ്റൊക്കെ ഇല്ലേ അതുപോലെയൊക്കെ എന്തെങ്കിലും വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് അതിങ്ങനെ ഒപ്പിക്കൊടുക്കാം. എന്തായാലും ഈ കുരുക്കളുള്ള ഭാഗത്ത് ഉപ്പിൻ്റെ ആ ഒരു കണ്ടന്റ് അവിടെ എങ്ങനെ എത്തണം എന്നുള്ളതാണ്. അതൊന്ന് കുറച്ച് നേരം വെച്ചിട്ട് ഒരു 2 മിനിറ്റ് അതൊന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അബ്സോർബ് ആയി കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയതിന് ശേഷം ഒന്നുകൂടെ പച്ചവെള്ളത്തിൽ കഴുകാം. എന്തുകൊണ്ടാണ് വീണ്ടും പച്ചവെള്ളത്തിൽ കഴുകാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് വീണ്ടും ചൂട് കൊള്ളുമ്പോൾ പോസ് വീണ്ടും ഓപ്പൺ ആവുകയാണ്. അതുപോലെ നമ്മൾ പോയി കിടന്നുറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ പോസ് ഓപ്പൺ ആയിട്ടിരിക്കുമ്പോൾ പിന്നെ നമ്മളിപ്പം വിചാരിക്കും വീട്ടിനകത്ത് കിടന്നുറങ്ങുമ്പോൾ ഫാൻ ഇട്ടാലും മതി, കുറച്ച് പൊടികളെങ്കിലും അതിനകത്തേക്ക് വരും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പച്ചവെള്ളത്തിൽ നന്നായിട്ട് ഫേസ് വാഷ് ഓഫ് ചെയ്യാൻ പറയുന്നത്. ഞാൻ പറഞ്ഞതെല്ലാം ക്ലിയർ ആയല്ലോ അല്ലേ? ഇതെല്ലാവർക്കും എല്ലാ സ്കിൻ ടൈപ്പിനും ബാധകമായിട്ടുള്ള കാര്യമാണ്. ഇതിപ്പം ഓയിലി സ്കിന്നുകാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തൈര്, പാല് ഇതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ ഉപയോഗിക്കേണ്ട എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നോർമൽ സ്കിന്നുകാരും ഡ്രൈ സ്കിന്നുകാരും ആണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ കുക്കുംബർ ജ്യൂസോ പൊട്ടറ്റോ ജ്യൂസോ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് തൈര് പോലെയുള്ള സാധനങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് നോക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ ഓൾറെഡി ഡ്രൈ ആണ് അല്ലേ? നമ്മൾ ഇതുപോലുള്ള പാക്കുകൾ ഇടുന്ന സമയത്ത് നമ്മുടെ സ്കിൻ വീണ്ടും ഡ്രൈ ആവും. അപ്പോൾ അങ്ങനെ എക്സ്ട്രീംലി ഡ്രൈ ആയി വലിഞ്ഞു മുറുകി സ്കിൻ ആകെ നാശാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ള തൈര് യൂസ് ചെയ്യാൻ പറയുന്നത്. തൈരോ പാലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്യാനായിട്ട് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് പാൽ ആഡ് ചെയ്ത് ജ്യൂസ് ഉണ്ടാക്കണം. ഒരിക്കലും വേണ്ട. ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തൈര് ഇട്ടിട്ട് ആഡ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ പാലിനകത്ത് പാല് കുറച്ച് വെച്ച് സിമ്മിലിട്ടിട്ട് ഈ പൊടിയിട്ട് കുറുക്കി ഉപയോഗിക്കാം. അപ്പം നമ്മുടെ സ്കിന്നിന് സൂട്ടാവുന്നത് ഏതാണോ അതിന് അങ്ങനെ തന്നെ ഉപയോഗിച്ചാൽ മതിയാവും കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ വാളംപുളി ചേർക്കാം എന്നുള്ളത്. ഈ വാളംപുളി ചേർക്കാം എന്നുള്ളത് നല്ലതാണ്. പക്ഷെ നാടൻ പുളിയല്ല കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കുന്നതിൽ കാര്യം ഉണ്ടാവില്ല. സ്കിൻ കറുക്കുകയാണ് ചെയ്യുക. ചിലർക്ക് കുരുക്കൾ ഉള്ളതിനേക്കാളും കൂടും. അപ്പോൾ അതുകൊണ്ട് അത് റിസ്ക് എടുക്കാതിരിക്കുക. നല്ല നാടൻ വാളംപുളി കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക. ഇനി നാടൻ വാളംപുളി നിങ്ങൾക്ക് കിട്ടിയാൽ പോലും
അതൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക, സ്കിന്നിൽ ഇറിറ്റേറ്റഡ് ആണോ എന്നുള്ളത് കേട്ടോ. കാരണം അത് നമ്മൾ ഉപയോഗിച്ച് ഒന്നാകെ നമ്മുടെ ഫേസിനകത്തിട്ട് ഇറിറ്റേഷൻ വരുന്നതിനേക്കാളും നല്ലതല്ലേ. പക്ഷെ പുളി കൂടെ കൂട്ടി ജ്യൂസ് അടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ടാണ്, ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ നമുക്ക് ഹോസ്റ്റലേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തക്കാളിയുടെ ജ്യൂസിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ അലോവേര ജെല്ല്, കുറച്ച് ഓർഗാനിക് ആയിട്ടുള്ള അലോവേര ജെല്ല് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ യൂസ് ചെയ്യാം. നാടൻ തേൻ കിട്ടുന്നുണ്ടെങ്കിൽ തേനും ചെറുനാരങ്ങ നീരും കൂടെ യൂസ് ചെയ്യാം. പിന്നെ എഗ്ഗൊക്കെ വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എഗ് വൈറ്റും ലെമൺ ജ്യൂസും കൂടെ മിക്സ് ചെയ്യാം. ഈ എഗ് വൈറ്റും ലെമൺ ജ്യൂസും നോർമൽ സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. അതിൻ്റെ കൂടെ നിങ്ങൾ കുറച്ച് തേനും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ തേൻ വരുമ്പോഴത്തേക്കും അതൊരു മോയ്സ്ചറൈസ്ഡ് ഫീലിംഗ് ആയി. അപ്പോൾ അത് കാരണമാണ് ഈ നോർമൽ സ്കിന്നുകാരും ഡ്രൈ സ്കിന്നുകാരും എഗ് വൈറ്റും ലെമൺ ജ്യൂസും യൂസ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്, എന്താ തേൻ ഉപയോഗിക്കാൻ പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചാലും മതി. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന വെർജിൻ കോക്കനട്ട് ഓയിലിനെ കുറിച്ചിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ എങ്ങനെയാണ് ഓയിൽ മസാജ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓയിലി സ്കിന്നുകാരാണ്, കുരുക്കളുള്ളവരാണ്, അപ്പോൾ എനിക്ക് ഓയിൽ മസാജ് ചെയ്യാൻ പറ്റുമെന്ന് കുറേ പേര് കമൻറ്റ് ചോദിച്ചിരുന്നു. നിങ്ങൾ കുരുക്കളുള്ള ആൾക്കാരാണെങ്കിൽ പോലും ആഴ്ചയിൽ ഒരു ദിവസം ഓയിൽ മസാജ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഓയിൽ മസാജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു 5 മിനിറ്റ്സിലും കൂടുതൽ മസാജ് ചെയ്യാതിരിക്കുക. മസാജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഫേസ് വാഷ് പൗഡർ ഇട്ടിട്ട് ഫേസ് വാഷ് ഓഫ് ചെയ്യുക. എഗെയിൻ പച്ചവെള്ളത്തിൽ ഒന്നും കൂടെ കഴുകിയാൽ മതി, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല, അതൊരു റൂട്ടീനായിട്ട് കൊണ്ടുപോയാൽ മതി. പിന്നെയും ഞാൻ പറയുന്നുണ്ട്, ഇതിലൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 പേര് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 1000 സ്കിന്നായിരിക്കും അല്ലേ. അപ്പോൾ അതിൽ ഒരാൾക്കെങ്കിലും ഓയിൽ ഒട്ടും തൊടാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടാവും ചിലപ്പോൾ ഈ കൂട്ടത്തിൽ, ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നതിൽ. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങൾക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളവർ സ്കിപ്പ് ചെയ്തോളൂ. ബാക്കി ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എല്ലാ സ്കിൻ ടൈപ്പിനും ഒരു കുഴപ്പമില്ല എന്നാണ് കേട്ടോ. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ ഒരു ഗ്ലാസ് ലെമൺ ജ്യൂസ് എങ്കിലും നിങ്ങൾ കുടിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഉപ്പിട്ടിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ കുടിക്കാനായിട്ട് നോക്കുക. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഇതുകൊണ്ട് കംപ്ലീറ്റ് അങ്ങ് ക്യൂർ ആയി പോവും. ഇനി ടെൻഷൻ അടിക്കാതിരിക്കുക. പിന്നെ പല പല റെമഡികൾ മാറി മാറി ഉപയോഗിക്കാതിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കെമിക്കൽ ക്രീമുകളും ഫൗണ്ടേഷനും ഒന്നും ഈ ഒരു സമയത്തേക്ക്, കുറച്ച് സമയത്തേക്ക് ഓടി അത്ര അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. ഞാൻ നേരത്തെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യങ്ങളും എല്ലാം ഞാൻ നേരത്തെ കാണിച്ചല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി എനിക്കിത് വന്നാൽ മാറില്ല, എനിക്കിത് വന്നാൽ മാറുമോ, അങ്ങനെയൊക്കെയുള്ള ടെൻഷൻസും അതുപോലെ തന്നെ വിശ്വാസക്കുറവുകളും കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് മാറിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ സംശയമുണ്ടോ? ഇനി സംശയം ഉണ്ടെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ബുദ്ധിമുട്ടുന്നവർ ചിലപ്പോൾ നിങ്ങൾ കാണുന്ന ഒരാൾ മാത്രമായിരിക്കില്ല, നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ ഒക്കെ ചിലപ്പോൾ ഈ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അവർ കൂടെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് പിന്നെ ഞാൻ പറഞ്ഞ് ചെയ്യിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങളാണ് വീഡിയോയിലൂടെ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആ ചാനൽ. ദിസ് ഇസ് ആതിര സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ, ലവ് യു. നല്ല കുട്ടികളായിട്ടിരിക്കുക കേട്ടോ.